ഈ കത്തിപ്പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഹെയർ സിറംസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ആദ്യം ലോറിയലിന്റെ ഹെയർ സിറം ഇത് സ്റ്റൈലിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്, അഫോർഡബിൾ ആണ്. ഇത് ആദ്യം കത്തിപ്പിടിച്ചപ്പോഴത്തേക്കും സിറം ആയ സ്ഥലത്തൊന്നും കത്തിപ്പിടിച്ചിട്ടില്ല, ബാക്കി സ്ഥലം മാത്രമേ കത്തിപ്പിടിച്ചുള്ളൂ. അടുത്ത ഡീകൺസ്ട്രക്ട്, ഇതും അഫോർഡബിൾ ആണ്, പക്ഷേ ഇത് കത്തിപ്പിടിച്ചപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു പോയി, ഒട്ടും പ്രൊട്ടക്ഷൻ ഇല്ല. പിന്നെ ഉള്ളത് സോൾ ഡി ജനറോ, ഇത് ഹൈ എൻഡ് ബ്രാൻഡ് ആണ്. ഇത് ആദ്യം ഒന്നും കത്തുന്നില്ലായിരുന്നു, ഞാൻ കുറെ നേരം പിടിച്ചതിന് ശേഷമാണ് അതിനുശേഷം നന്നായിട്ട് കരിയുകയും ചെയ്തു, അത്ര പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് ഹൈ എൻഡ് ബ്രാൻഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തു. അടുത്ത പിൽഗ്രിം, ഇത് ഭയങ്കരമായിട്ട് കത്തിപ്പിടിച്ചു, പക്ഷെ ഒട്ടും കരിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ഡൗട്ട് വന്നുകൊണ്ട് ഒന്നും കൂടെ കത്തിച്ചു, അപ്പോഴും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഓലാപ്ലെക്സ്, ഇതും ഹൈ എൻഡ് ബ്രാൻഡ് ആണ്. 3000 ഉണ്ട് ഈ ചെറിയ ബോട്ടിൽ. ഇതും സിറം ആയ സ്ഥലത്തെല്ലാം അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല. അടുത്ത മൊറോക്കൻ ഓയിൽ, അഗൈൻ ഹൈ എൻഡ് ബ്രാൻഡ് ആണ്. ഇതും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തു, കരിഞ്ഞ് പിടിച്ചിട്ടില്ല. അടുത്തത് മോക്സി എന്ന് പറഞ്ഞ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ആണ്. ഇത് ആക്ച്വലി അവർ ക്ലെയിം ചെയ്യുന്നില്ല, എന്നിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇതൊരു സ്റ്റൈലിംഗ് ജെല്ലാണ്, അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇത് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഇത് തീയെ പിടിക്കുന്നില്ലായിരുന്നു. കുറേ നേരം ഞാൻ ലൈറ്റ് വെച്ച് ശ്രമിച്ചു, അതിനുശേഷം കുറച്ചുകൂടി വീര്യം കൂടി ഗ്യാസ് ലൈറ്റ് എടുത്ത് കത്തിച്ചപ്പോൾ കുറച്ചൊന്ന് സൈഡിലൊക്കെ ഒന്ന് തീ പിടിച്ചു, അത്രേ ഉള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ളതിൽ ഇത് മൂന്നും നല്ലതാണ്. പിന്നെ ഹൈ എൻഡ് ആണെങ്കിൽ ഇത് രണ്ടും നല്ലതാണ്. ഡീകൺസ്ട്രക്ട് ആണെങ്കിൽ ഒട്ടും